ഗതാഗതക്കുരുക്കിൽ വീർപ്പുമുട്ടി ഏലപ്പാറ ടൗൺ. അവധി ദിനങ്ങളിലാണ് ഗതാഗതക്കുരുക്ക് ടൗണിൽ രൂക്ഷമാകുന്നത്. ടൗണിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളടക്കം റോഡരികിൽ പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കിന് പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ. ഏലപ്പാറ ടൗണിലെ ഗതാഗതക്കുരുക്കിന് പരിഹാരം കാണാൻ പഞ്ചായത്ത് തലത്തിലടക്കം വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ചെങ്കിലും ഇത് വേണ്ടവിധം പ്രവൃത്തിയിലെത്തിയിട്ടില്ല. തോട്ടം മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പീരുമേടിലെ പ്രധാന ടൗണാണ് ഏലപ്പാറ. തോട്ടം തൊഴിലാളികളടക്കം നിരവധി പേർ വിവിധ ആവശ്യങ്ങൾക്കായി ഏലപ്പാറ ടൗണിൽ ദൈനംദിനം എത്തുന്നുമുണ്ട്. ഇതുകൂടാതെ വാഗമണ്ണടക്കമുള്ള വിനോദസഞ്ചാര മേഖലയിലേക്ക് കടന്നുപോകുന്ന പ്രധാന ടൗൺ കൂടിയാണിത്. ഇതിനാൽ അവധി ദിനങ്ങളിലും അല്ലാതെയുമായി വലിയ തിരക്കാണ് ടൗണിൽ എപ്പോഴും ഉണ്ടാകുന്നത്. നിലവിലൊരു പ്രധാന പ്രതിസന്ധി ഗതാഗതക്കുരുക്കാണ്. ടൗണിലെത്തുന്ന സ്വകാര്യ വാഹനങ്ങളടക്കം റോഡരികിലും മറ്റും വ്യാപാര സ്ഥാപനങ്ങളുടെ മുൻപിലുമായി പാർക്ക് ചെയ്യുന്നതാണ് ഗതാഗതക്കുരുക്കുണ്ടാകാൻ പ്രധാന കാരണങ്ങളിൽ ഒന്ന്. ഇതിനെതിരെ വ്യാപാരികളടക്കം മുൻപ് വലിയ പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു. ഇതിന്റെ ഭാഗമായി നിരവധി ട്രാഫിക് പരിഷ്കരണ പ്രവർത്തനങ്ങൾ ടൗണിൽ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുമുണ്ട്. എന്നാൽ ഇതൊന്നും ഫലപ്രാപ്തിയിലേക്ക് എത്തിയിട്ടില്ല എന്നതിന്റെ ഉത്തമോദാഹരണമാണ് ഇപ്പോഴും തുടരുന്ന ഗതാഗതക്കുരുക്ക്. ഈ വഴിയോര കച്ചവടക്കാരെ കൊണ്ടും പിന്നെ അതുപോലെ തന്നെ വണ്ടി പാർക്കിങ് അതുപോലെ തന്നെ ഭയങ്കര തിരക്കാണ്. ടൗണിനെ സംബന്ധിച്ചോളം ഭയങ്കര തിരക്കാണ്. വണ്ടി മണിക്കൂറുകളോളം ഇവിടെ ട്രാഫിക് ജാമായി കിടക്കുകയാണ്. അധികാരികൾ അതൊന്ന് ശ്രദ്ധിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ ഈ വഴിയോര കച്ചവടക്കാരെ നിയന്ത്രിക്കുകയും ചെയ്യണം. അതുപോലെ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ടങ്ങ് എല്ലാവരും വണ്ടി റോഡ് സൈഡിലങ്ങ് പാർക്ക് ചെയ്തിട്ടങ്ങ് പോവുകയാണ്. രാവിലെ പഞ്ചായത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ വണ്ടികൾ ബൈക്കുകളും കാറുകളും ഒക്കെ പാർക്ക് ചെയ്തിട്ട് പിന്നെ അവർ പണി കഴിഞ്ഞിട്ട് വന്നിട്ടാണ് ആ വണ്ടികൾ എടുക്കുന്നത്. അത് റോഡ് സൈഡിലോട്ട് റോഡിലേക്ക് അങ്ങോട്ട് വെച്ചേക്കാണ്. ബാക്കി വശം എല്ലാം റോഡിലാണ്. ഈ വെള്ളവരയ്ക്കപ്പുറമാണ് ഈ വണ്ടികളെല്ലാം കിടക്കുന്നത്. അതുകൊണ്ട് അധികാരികൾ അതൊന്ന് ശ്രദ്ധിക്കണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ പഞ്ചായത്ത് സൌകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആളുകൾ വേണ്ടവിധം പ്രയോജനപ്പെടുത്തുന്നുമില്ല എന്നാണ് ഉയരുന്ന പരാതി. ചില സമയങ്ങളിൽ അമിത ഗതാഗതക്കുരുക്ക് യാത്രക്കാരുടെ വിലയേറിയ സമയമാണ് നഷ്ടപ്പെടുത്തുന്നത്. ഇതോടൊപ്പം ചെറിയ രീതിയിലുള്ള വാഹന അപകടങ്ങളും ഉണ്ടാകുന്നുണ്ട്. ഇത് വാഹന ഉടമകൾ തമ്മിലുള്ള വാക്കുതർക്കത്തിനും ഇടയാക്കുന്നുണ്ട്. വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിലെ പാർക്കിംഗ് വ്യാപാരികളും വാഹന ഉടമകളും തമ്മിൽ തർക്കത്തിന് ഇടവരുത്തുന്നുണ്ട്. ഏലപ്പാറയിലെ ഗതാഗത പ്രശ്നത്തിൽ കോടതിയുടെ ഇടപെടൽ വരെ ഉണ്ടായിട്ടും വിഷയം ശാശ്വതമായി പരിഹരിക്കാൻ ഇതുവരെയും ബന്ധപ്പെട്ടവർക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ഗതാഗത പ്രശ്നത്തിന് ഒരു ശാശ്വത പരിഹാരം ടൗണിൽ ഉണ്ടാക്കണമെന്ന ആവശ്യമാണ് വരുന്നത്. ഇടുക്കി ലൈവ് ന്യൂസ് ഏലപ്പാറ. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രസന്റഡ് ബൈ സാന്റാ മോണിക്ക സ്റ്റഡി അബ്രോഡ്. പഠിക്കാമിനി അതിരുകളില്ലാതെ.